ക്രിസ്തുവിന് സാക്ഷ്യം നൽകാനായി ദൈവം തിരഞ്ഞെടുത്ത ജീവിതങ്ങൾ ചിലപ്പോൾ അകാലത്തിൽ, ലോകത്തിൻ്റെ കണ്ണിൽ അകാലത്തിൽ പൊലിയുന്നതായി കാണുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കാറുണ്ട്. 33-ാമത്തെ വയസ്സിൽ തൻ്റെ നിയോഗം പൂർത്തിയാക്കി പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയ യേശു ക്രിസ്തു സ്തെഫാനോസിനെ പോലെ, മരിയ ഗൊരേത്തിയെ പോലെ, കൊച്ചു ത്രേസ്യയെ പോലെ, ഫ്രാൻസിസ് അസീസിയെ പോലെ ചിലരെ ജീവിതത്തിൻ്റെ അസമയത്ത് എന്ന് ലോകം കരുതുന്ന ചില നാഴികകളിൽ തിരികെ വിളിക്കുമ്പോൾ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ: ദൈവം അവരെ ഏൽപ്പിച്ച സാക്ഷ്യം നൽകുന്ന ഉത്തരവാദിത്വം മനോഹരമായി പൂർത്തിയാക്കി അവർ തങ്ങളുടെ ജോലി ഫിനിഷ് ചെയ്ത് തിരികെ മടങ്ങി എന്ന മനോഹരമായ ഏക അർത്ഥം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ഞാൻ ഡാനിയലച്ചൻ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലാണ്. ആദ്യത്തെ 6 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് 7-ാമത്തെ വാക്യം മുതലാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. ഈ 2 സാക്ഷികൾ ആരാണ് എന്നതിനെക്കുറിച്ച് സാമാന്യം ദീർഘമായ ഒരു വിശദീകരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ തന്നിരുന്നു. ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി സൂചിപ്പിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഈ 2 സാക്ഷികൾക്ക് മോശയുടെയും ഏലിയായുടെയും നിരവധി സാധർമ്മ്യങ്ങൾ, സമാനതകൾ നമുക്ക് വിശദാംശങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അഗ്നി ഇറക്കുന്ന ഏലിയ, മഴ തടയുന്ന ഏലിയ, ജലാശയത്തെ രക്തമാക്കി മാറ്റുന്ന മോശ, ഇങ്ങനെ ഈ സമാനതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ പലരും ഇത് മോശയും ഏലിയായുമാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മോശയുടെയും ഏലിയായുടെയും ചൈതന്യത്തോടെ വരുന്ന 2 സാക്ഷികൾ എന്ന അർത്ഥത്തിൽ ഇത് കാണുന്നതിൽ തെറ്റില്ല. ഈ 2 സാക്ഷികളെക്കുറിച്ചുള്ള മറ്റൊരു വിശദീകരണം, ഇവർ പഴയ നിയമത്തിലെ നിയമവും പ്രവാചകന്മാരും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ സ്നാപക യോഹന്നാൻ വരെയുള്ള നിയമ പ്രവാചക പാരമ്പര്യങ്ങളുടെ പ്രതീകമാണ് എന്ന അർത്ഥത്തിലും ചില വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ അക്വിനാസും പോലെയുള്ള സഭാപിതാക്കന്മാരുടെ നിരീക്ഷണമനുസരിച്ച് ഈ 2 സാക്ഷികൾ യഥാർത്ഥത്തിൽ ഏലിയായും ഹാനോക്കുമാണ് എന്നർത്ഥത്തിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഹാനോക്കും ഏലിയായും മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. അതായത് സാധാരണ മനുഷ്യന് സംഭവിക്കുന്നത് പോലെയുള്ള മരണം അവർക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിൻ്റെ മുഖം കാണുന്ന സ്വർഗത്തിൽ അല്ലാതെ മറ്റേതോ സ്വർഗീയ ഇടങ്ങളിൽ അവസാന യുഗം വരെ കാത്തിരിക്കുകയാണ് എന്ന ഒരു അർത്ഥത്തിൽ സഭാപിതാക്കന്മാരായ അഗസ്തീനോസും വിശുദ്ധ അക്വിനാസും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്: എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുമ്പ് വെളിപ്പെടുമെന്ന് വെളിപാട് പുസ്തകം പറയുന്ന 2 സാക്ഷികൾ ഈ ഏനോക്കും ഏലിയായുമാണ് എന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. എതിർ ക്രിസ്തുവിനെ നേരിടാനായി തങ്ങളുടെ ദൗത്യവും കാത്ത് അവർ സ്വർഗീയ ഇടങ്ങളിൽ കാത്തിരിക്കുന്നു. അവർ എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുൻപ് വരികയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൂടി ഈ 2 സാക്ഷികളെ സംബന്ധിച്ച് ഉണ്ട്. ഞാനിതെല്ലാം സൂചിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ വെളിപാട് പുസ്തകത്തിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പഠന അന്തരീക്ഷത്തിലുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. അത് നമുക്ക് തരേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശം, നമ്മൾ വെളിപാട് പുസ്തകത്തെ ഒരു പ്രത്യേക ദിശയിൽ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ അറിയണം, അത് അന്തിമമായ ഒരു വ്യാഖ്യാനമല്ല. പല രീതിയിൽ ഈ പുസ്തകത്തെ മനസ്സിലാക്കാൻ പല കാലങ്ങളിൽ മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സാക്ഷികൾ ആരായാലും, അത് വ്യക്തികളാണെങ്കിലും അല്ലെങ്കിൽ സഭ മൊത്തത്തിൽ നൽകുന്ന സാക്ഷ്യമാണെങ്കിലും, അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുമ്പ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടെ സ്വന്തം ജീവനെ മറന്ന്, സ്വന്തം ജീവനെ തൃണവത് ഗണിച്ച്
യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന ഒരു ജനതതി ഉയർത്തെഴുന്നേൽക്കും എന്ന വളരെ ശക്തമായ ഒരു പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന പ്രവചനമാണ് ഈ രണ്ട് സാക്ഷികളുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകപ്പെടുന്നത്. ഈ സാക്ഷികളെ ദൈവം ഏൽപ്പിച്ച ജോലി അവർ പൂർത്തിയാക്കി കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ തന്നെ അവരും നിർണായകമായ തങ്ങളുടെ ആ രക്തസാക്ഷിത്വം, മരണം ഏറ്റെടുക്കുകയാണ്. ഇനി 7-ാമത്തെ വാക്യമെത്തുമ്പോഴേക്കും നമ്മൾ വായിക്കുന്നു, പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച്. വാക്യം 7 ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. വെളിപാട് പുസ്തകത്തിൽ മൃഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശമാണിത്. ഇനി മുന്നോട്ട് പോകുന്ന അധ്യായങ്ങളിൽ 13-ാം അധ്യായമൊക്കെ എത്തുമ്പോഴേക്കും ഈ മൃഗത്തെക്കുറിച്ചുള്ള കൂടുതൽ സൂചനകൾ നൽകപ്പെടും. ഇവിടെ മൃഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനയാണ് 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ ഈ വാക്യം. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് യോഹന്നാൻ നൽകുന്ന വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന മൃഗവുമായും കൊമ്പുമായും ഈ യോഹന്നാൻ പറയുന്ന മൃഗത്തിന് പല സാമ്യങ്ങളും കണ്ടെത്താൻ കഴിയും. ദാനിയേൽ 7-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും ദാനിയേൽ നൽകുന്ന വിശദാംശങ്ങളും യോഹന്നാൻ ഇവിടെ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന അധ്യായത്തിൽ മൃഗത്തെക്കുറിച്ച് നൽകുന്ന വിവരണങ്ങളും തമ്മിൽ സമാനതകളുള്ളതാണ്. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന സാത്താൻ്റെ പ്രതീകമാണ് ഇവിടെ ഈ മൃഗം. ഇനി നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. സോദോം എന്നും ഈജിപ്ത് എന്നും രൂപകാർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് വളരെ കുഴപ്പിക്കുന്ന മറ്റൊരു പ്രശ്നമാണ്. ഏതാണ് ഈ സോദോമെന്നും ഈജിപ്തെന്നും പ്രതീകാത്മകമായ അർത്ഥത്തിൽ, രൂപകാർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന ഈ മഹാനഗരം? ഈ മഹാനഗരത്തെ സംബന്ധിക്കുന്ന, അതിൻ്റെ ഐഡൻറ്റിറ്റിയെ സംബന്ധിക്കുന്ന അന്വേഷണം അക്ഷരാർത്ഥത്തിൽ കുഴപ്പിക്കുന്നതാണ്. നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ മുന്നോട്ടുള്ള വായനയിൽ വളരെ ശ്രദ്ധയോടെ ഈ വാക്യങ്ങൾ കേൾക്കുക. വെളിപാടിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലും 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലും അതുപോലെ പിന്നീട് 18-ാമത്തെ അധ്യായത്തിലും ഇനി ഒരു 7 സ്ഥലങ്ങളിൽ ഈ മഹാനഗരത്തെക്കുറിച്ച് കാണുമ്പോൾ അവിടെ അത് ബാബിലോണാണ് എന്ന സൂചനയാണ് നൽകപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ മഹാനഗരം എന്ന് പറഞ്ഞ സൂചന കൂടാതെ വെളിപാടിൽ മറ്റ് 7 ഇടങ്ങളിൽ ഈ മഹാനഗരത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് ബാബിലോണാണ് എന്ന സൂചനയാണ് നൽകപ്പെടുന്നത്. ഉദാഹരണത്തിന് ഞാൻ 16-ാം അധ്യായത്തിൻ്റെ വെളിപാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഞാൻ പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടി പറയാം. 16, 19, 17, 18, പിന്നീട് 18-ാം അധ്യായത്തിലെ മറ്റ് ചില വാക്യങ്ങളും 16, 19, 17, 18. ഞാൻ 16-ന്റെ 19 ഒന്ന് വായിക്കാം. ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. അതായത് വെളിപാടിൽ ഈ മഹാനഗരം എന്ന സൂചനയിൽ അവതരിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും ബാബിലോണാണ് എന്ന് മറ്റ് 7 ഇടങ്ങളിലും പറയുന്നുണ്ട്. ഞാൻ 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. ഇവിടെയെല്ലാം ഈ മഹാനഗരം ബാബിലോണാണ്. നമുക്ക് അന്വേഷിക്കേണ്ടത് മഹാനഗരമെന്നോ ബാബിലോണെന്നോ ഒക്കെ വിളിക്കപ്പെടുന്ന ഈ നഗരം ഇവിടെ 11-ാം അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത് ഏത് നഗരത്തെയാണ്? പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ബാബിലോണിലെ സഭ എന്ന് പറയുന്നത് റോമിലെ സഭയെ സൂചിപ്പിക്കാനാണ്. ബാബിലോണിലെ സഭ
റോമിലെ സഭയാണ് പത്രോസ് അപ്പസ്തോലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. 1 പത്രോസ് 5:13. അതുകൊണ്ട് തന്നെ പല വ്യാഖ്യാതാക്കളും ഈ മഹാനഗരം റോമാണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ അത് റോമാണ് എന്ന് ഉപസംഹരിക്കുന്നതിന് മുൻപ് നമുക്ക് 2 മറ്റ് സൂചനകൾ കൂടി ഗൗരവമായി എടുത്താലേ അത് റോമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയൂ. ആ 2 സൂചനകൾ ഇവിടെ തന്നെ പറയുന്ന, അതായത് നമ്മൾ നേരത്തെ വായിച്ച 8-ാമത്തെ വാക്യത്തിൽ 11:8 പറയുന്ന 2 സൂചനകളാണ്. സോദോം എന്നും ഈജിപ്ത് എന്നും രൂപകാർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന മഹാനഗരമാണത്. അതാണ് 1-ാമത്തെ സൂചന. 2-ാമത്തെ സൂചന, ആ മഹാനഗരത്തിൽ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. നമുക്കറിയാം, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് റോമിലല്ല, മറിച്ച് ജെറുസലേമിലാണ്. അപ്പോൾ ഇത് റോമാണോ ജെറുസലേമാണോ എന്ന ആശയക്കുഴപ്പത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ജെറുസലേം. മാത്രമല്ല, റോമൻ പട്ടാളമാണല്ലോ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചത്. അതുകൊണ്ട് റോമിൽ ആണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഈ അർത്ഥത്തിൽ പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യാഖ്യാനം, ഇത് കൃത്യമായി റോമാണോ ജെറുസലേമാണോ എന്ന വാദങ്ങളിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ 11-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ വായിച്ച് വ്യാഖ്യാനിച്ച ചിന്തകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ മഹാനഗരം ഏതാണ് എന്ന് പരിശോധിക്കാൻ പരിശ്രമിക്കാം. അതായത് 11-ാമത്തെ അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ അതിന് നൽകിയ വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരിക്കൽ കൂടി 11:1-2 വായിക്കുകയാണ്. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിൻ്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിക്കും. അവിടെ നമ്മൾ കണ്ടതെന്താണ്? അവിടെ സൂചിപ്പിക്കപ്പെടുന്ന വിശുദ്ധ നഗരം സഭയാണ് എന്നാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്. വിശുദ്ധ നഗരവും ആലയവും സഭയാണെങ്കിൽ അതിൻ്റെ പുറം മുറ്റം, ഔട്ടർ കോർട്ട്, അത് സഭയെ ചവിട്ടിമെതിക്കുന്ന ലോകമാണ്. സഭയ്ക്കെതിരെ നിൽക്കുന്ന ലോകവ്യവസ്ഥിതിയാണ്. സഭയെ ഞെരുക്കുന്ന ലോകത്തിൻ്റെ പ്രതീകമാണ് ആ പുറംമുറ്റം. ഞാനിങ്ങനെ ഒന്ന് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നു. പല വ്യാഖ്യാതാക്കളും പറഞ്ഞ വ്യാഖ്യാനങ്ങളുടെ ചുവട് പിടിച്ചാണ് ഞാനിത് പറയുന്നത്. അതായത്, ഇവിടെ ഈ മഹാനഗരം, ഈ 2 സാക്ഷികൾ മരിച്ചു കിടന്നു എന്ന് പറയുന്ന മഹാനഗരം ജെറുസലേമോ റോമോ എന്ന് വ്യക്തിപരമായി സൂചിപ്പിക്കുന്നതിന് പകരം നമ്മളതിനെ പ്രതീകാത്മകമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതായത്, യുഗാന്ത്യത്തിൽ സഭ തൻ്റെ സാക്ഷ്യം ഏറ്റവും ശക്തമായി നിർവഹിക്കുമ്പോൾ ആ സാക്ഷികളെ ഞെരുക്കുന്ന, കൊല്ലുന്ന, പീഡിപ്പിക്കുന്ന ലോകത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന പേരാണ് സോദോം, ഈജിപ്ത്, ബാബിലോൺ, റോം, ജെറുസലേം എന്നൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ റോമെന്ന് വിളിച്ചാലും ജെറുസലേമെന്ന് വിളിച്ചാലും, ഇനി വെളിപാടിൽ പറയുന്നത് പോലെ സോദോമെന്നോ ഈജിപ്തെന്നോ ബാബിലോൺ എന്നോ ഒക്കെ വിളിച്ചാലും അതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലം എന്നതിനേക്കാൾ ദൈവജനത്തെ, യുഗാന്ത്യ സഭയെ ഞെരുക്കുന്ന ലോക വ്യവസ്ഥിതിയെ ആണ്. അവരാണ് സാക്ഷികളായി മാറുന്നവരെ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത്. നമ്മൾ ഈ അർത്ഥത്തിൽ കണ്ടാൽ മാത്രമേ തുടർന്ന് വരുന്ന 9-ാമത്തെ വാക്യം പ്രസക്തമാവുകയുള്ളൂ. വെളിപാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ആരുടെ മൃതദേഹങ്ങളാണ്? ഈ 2 സാക്ഷികളുടെ, കൊല്ലപ്പെട്ട 2 സാക്ഷികളുടെ മൃതദേഹങ്ങൾ ജനതകളും ഗോത്രങ്ങളും ഭാഷകളും രാജ്യങ്ങളും അവിടെ നിന്നുള്ളവർ നോക്കി നിൽക്കും. അതായത് ലോകം മുഴുവൻ നോക്കി നിൽക്കും എന്നാണ്. 10-ാമത്തെ വാക്യം, ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭൂവാസികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ലോകത്തെയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന ലോകത്തെയാണ്. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. അവർ ഈ സന്ദർഭത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. എന്തുകൊണ്ടാണത്? കാരണം ഇവരാണ്
ഭൂമിയിൽ വസിക്കുന്നവരെ, ഭൂവാസികളെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. നിങ്ങൾ ഓർക്കണം, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവർ എത്രമാത്രം വലിയ ഭയാനകമായ അസഹനീയതയാണ് ക്രിസ്തുവിനെതിരെ നിൽക്കുന്നവർക്ക് സമ്മാനിക്കുന്നത്. ഈ അസ്വസ്ഥതയും അസഹിഷ്ണുതയും അസഹനീയതയും നിങ്ങൾക്ക് മീഡിയയിൽ കാണാൻ കഴിയും, നിങ്ങൾക്ക് സൈബർ ലോകത്ത് കാണാൻ കഴിയും, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ കാണാൻ കഴിയും, നിങ്ങൾക്ക് മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളിൽ കാണാൻ കഴിയും. അതായത് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരോട് ലോകത്തിനുള്ള അസഹിഷ്ണുത, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരെ ലോകം കാണുന്നത് ലോകത്തെ പീഡിപ്പിക്കുന്നവരായിട്ടാണ്, അവർക്ക് അസ്വസ്ഥത നൽകുന്നവരായിട്ടാണ്. അതുകൊണ്ടാണ് ലോകം യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരെ ഒരു സഹിഷ്ണുതയുമില്ലാതെ പീഡിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത്. അവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. 3.5 ദിവസം എന്ന് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം, 7ന്റെ പകുതിയാണത്. അത് പരിമിതമായ സമയം എന്ന അർത്ഥത്തിലാണ്. അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടവർ ആത്യന്തികമായി നിരാശയിലേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരുന്ന പീഡനങ്ങളുടെയും സഹനത്തിൻ്റെയും ദിവസങ്ങൾക്ക് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിക്കുന്നു. അവരെഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. 2 കാര്യങ്ങൾ കാണാനുണ്ട്. എസെക്കിയേൽ 37 അസ്ഥികളുടെ താഴ്വരയിൽ മരിച്ചു കിടന്ന ആ നിഹതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ജീവാത്മാവ് വന്ന് വീശുകയും അവരിൽ പ്രവേശിക്കുകയും ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്ത ആ പഴയ നിയമ പ്രവചനത്തിൻ്റെ ഓർമ്മ ഇത് വായിക്കുമ്പോൾ നമ്മിലേക്ക് വരുന്നുണ്ട്. അതായത് ആ മരിച്ചവരെ ദൈവത്തിൻ്റെ ജീവാത്മാവ് എഴുന്നേൽപ്പിച്ച് നിൽക്കുകയും അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈജിപ്തും ഫറവോയും ഭയപ്പെട്ടതുപോലെ, കാനാനിലുള്ളവർ ഇസ്രായേലിനെ ഭയപ്പെട്ടതുപോലെ അവരെ ഭയപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം അവരോടിങ്ങനെ പറയുന്നത് അവർ കേട്ടു. വാക്യം 12, ഇങ്ങോട്ട് കയറി വരുവിൻ. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ, ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതുപോലെ, യഹൂദന്മാരുടെ പാരമ്പര്യം പറയുന്നതനുസരിച്ച് മോശ എടുക്കപ്പെട്ടതുപോലെ, അപ്പസ്തോലിക സഭയുടെ, കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ വിശ്വാസപ്രകാരം പരിശുദ്ധ അമ്മ എടുക്കപ്പെട്ടതുപോലെ ഇങ്ങോട്ട് കയറി വരുവിനെന്ന് ഒരു സ്വരം അവർ കേൾക്കുകയാണ്. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറുകയാണ്. ശത്രുക്കൾ നോക്കി നിൽക്കെ, മനോഹരമായൊരു സൂചനയാണത്. അവരെ പീഡിപ്പിച്ചവരും അവരെ കൊന്നവരുമൊക്കെ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറുകയാണ്. വാക്യം 13, ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിൻ്റെ 10 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3ാമത്തെ ദുരിതം വേഗം വരുന്നു. ഞാൻ ഈ വാക്യങ്ങൾ അടുത്ത ഭാഗവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാം. 7ാമത്തെ കാഹളം മുഴങ്ങുന്നതിനുള്ള ഒരുക്കമായിട്ടുള്ള വാക്യങ്ങളാണത്. അനുഗ്രഹീതമായ ഒരു ദിവസം. ഒരിക്കൽ കൂടി ദൈവവചനം പഠിക്കാൻ വലിയ താല്പര്യത്തോടെ നിങ്ങൾ അടുത്തു വന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് തരുന്ന ഈ പ്രേരണ ഗൗരവമായി എടുത്ത് ഞാൻ പറയുന്ന വിശദാംശങ്ങൾ അടിസ്ഥാനമായി കണ്ട് കൂടുതൽ ആഴമായ പഠനത്തിലേക്ക് കടക്കാൻ, ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി അത് നന്നായി പഠിക്കാൻ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പലയിടങ്ങളിലിരുന്നാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ യൂട്യൂബിൽ ഈ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായ ഒരാശയം എഴുതിയിട്ടാൽ അത് നിങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകാത്തവർക്ക് അല്ലെങ്കിൽ മനസ്സിലായവർക്ക് ഒരിക്കൽ കൂടി മനസ്സിലാകുന്നതിന് ഒക്കെ അത് സഹായിക്കും. അതുകൊണ്ട് യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് നിങ്ങൾ നന്നായി ഉപയോഗിക്കുക. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ ആശയങ്ങൾ എഴുതിയിട്ടാൽ അത് കുറെ കൂടി ക്രിയാത്മകമായ ഇൻ്ററാക്ഷന് ഇടയാക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹീതമായ ഒരു പഠനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം ഇനിയും
കണ്ടുമുട്ടുന്നതുവരെയും പ്രാർത്ഥനയിൽ ആത്മാവിൽ ഐക്യപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.